ഈ വർഷത്തെ ബഡ്ജറ്റിൽ പറയുന്ന പ്രവർത്തനങ്ങൾ പിന്നീട് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി AS കൊടുക്കുമ്പോൾ തന്നെ 1 വർഷവും, പിന്നീട് അത് TS കൊടുത്ത് ടെൻഡർ ചെയ്ത് പ്രവൃത്തി നടപ്പാക്കുമ്പോൾ ഫലത്തിൽ 2 വർഷം 3 വർഷമൊക്കെ എടുക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ തുടർന്നു വരുന്നത്. ഇത് വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കുന്നതിന് വരുന്ന കാലതാമസം, ഇതിലൂടെ സംഭവിക്കുന്ന അനിശ്ചിതാവസ്ഥയും പ്രതിസന്ധികളും, ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയും സമയബന്ധിതമായ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാറ്റം, ഒരു പുതിയ നിലപാട് നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് ഈ വർഷം ഏറ്റെടുക്കുന്ന പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഈ കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിട്ടുള്ളത്. ഈ വർഷത്തെ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ വർഷം തന്നെ നടപ്പാക്കാൻ കഴിയണം എന്നാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്ന നിലപാട്. ഗവൺമെന്റ് ഇങ്ങനൊരു നിലപാട് എടുത്തിട്ടുണ്ട്. ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ V.S. അച്യുതാനന്ദന്റെ അധ്യക്ഷതയിൽ പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ടുള്ള കാലതാമസം ഒഴിവാക്കുന്നത് സംബന്ധിച്ച് വിവിധ വകുപ്പുകളുടെ സംയുക്തമായ യോഗം ബഹുമാന്യനായ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരുന്നു. പദ്ധതി നിർവഹണത്തിൻ്റെ കാലതാമസം ഒഴിവാക്കുന്നത് സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള ചർച്ചകൾ ഏതാണ്ട് 2-3 പ്രാവശ്യങ്ങളിലായി നടക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ വിവിധ വകുപ്പുകളുടെ തലത്തിൽ ഉന്നത തലത്തിലുള്ള ചർച്ചകൾ നടക്കുകയുണ്ടായി. ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ തോമസ് ഐസക് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുൻപായി നമ്മുടെ വകുപ്പുമായി നടത്തിയ ആശയവിനിമയത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കാൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതികൾ സംബന്ധിച്ച് ചർച്ച ചെയ്തു. കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വലിയ പരിഗണന നൽകിക്കൊണ്ടുള്ള ബഡ്ജറ്റാണ് ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി ഈ വർഷം അവതരിപ്പിച്ചിട്ടുള്ളത്. പുതിയ റോഡുകളും പുതിയ പാലങ്ങളും കെട്ടിട നിർമ്മാണവും ഉൾപ്പെടെ നടപ്പാക്കാൻ കഴിയുന്ന വിധത്തിൽ വളരെ വിപുലമായ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഈ പ്രാവശ്യം അവതരിപ്പിച്ചിട്ടുള്ളത്. പൊതുമരാമത്ത് വകുപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പരിഗണന പൊതുമരാമത്ത് വകുപ്പിന് ലഭിച്ച ഒരു ബഡ്ജറ്റുമാണ് ഈ പ്രാവശ്യം വന്നിട്ടുള്ളത്. ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം ഈ ബഡ്ജറ്റിലൂടെ വന്നിട്ടുള്ള പദ്ധതികളെ കുറിച്ച് വിവിധ ഘട്ടങ്ങളിലായി ധനകാര്യ വകുപ്പും പൊതുമരാമത്ത് വകുപ്പും ചർച്ചകൾ നടത്തുകയുണ്ടായി. അതിൽ നിന്ന് എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനമാണ് ഈ ബഡ്ജറ്റിലൂടെ കൊണ്ടുവന്നിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഈ വർഷം തന്നെ യാഥാർത്ഥ്യമാക്കുന്നതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വകുപ്പ് ചെയ്യുന്നത്. സാധാരണ സംഭവിക്കുന്ന സ്വാഭാവികമായ കാലതാമസങ്ങളും അസ്വാഭാവികമായ കാലതാമസങ്ങളും അശ്രദ്ധ കൊണ്ടുണ്ടാകുന്നതും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട്, ഒഴിവാക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ സമയബന്ധിതമായി ഒരു ഷെഡ്യൂളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കാൻ കഴിയണം. അതിന് നിങ്ങൾ നേരിട്ട് നേതൃത്വം കൊടുക്കണം. ഇന്ന് വിളിച്ചിട്ടുള്ളത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ വരെയുള്ളവരെയാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ വരെയുള്ളവർ ഈ ആക്ഷൻ പ്ലാനിൽ ആക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ വളർന്നു വന്നിട്ടുള്ള ഒരു നിർഭാഗ്യകരമായ പ്രവണത എല്ലാം AXE-മാർക്കും AE-മാർക്കും കൈമാറി നമ്മുടെ ദൗത്യം അവസാനിക്കുന്നതായിട്ട് വരുന്ന നിർഭാഗ്യാവസ്ഥ തിരുത്തിക്കുറിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. AXE-മാർ AE-മാർ ഓവർസിയർമാർ എന്ന തലങ്ങളിലേക്ക് കാര്യങ്ങൾ പോയി അവരെല്ലാം ചെയ്തോട്ടെ, അവർ തരുന്ന റിപ്പോർട്ടുകൾ ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിലും ഗവൺമെന്റിലേക്കും എത്തിക്കുക എന്നൊരു ജോലിയാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്കും SE-മാർക്കും ഒക്കെ ഉള്ളത് എന്ന നിലയിലേക്ക് തെറ്റായി കണക്കാക്കാൻ ഇടവന്നിട്ടുള്ളതും വികസന പ്രവർത്തനങ്ങളിൽ കാലതാമസം ഉണ്ടാക്കാൻ, പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കുന്നതിൽ മാന്ദ്യമുണ്ടാക്കാൻ ഇടവരുത്തിയിട്ടുണ്ട് എന്നാണ് ഗൗരവമായി ഞങ്ങൾ പരിശോധിച്ചതിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. അത് നിങ്ങളുമായി തുറന്ന് ഷെയർ ചെയ്യുക. ഇതിന് മാറ്റം വരുത്താൻ വേണ്ടി അധികം ചർച്ചകളുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ തീരുമാനമെടുത്തുകൊണ്ട് മാറ്റിയേ തീരൂ എന്നൊരു നിലപാടിലേക്ക് വന്നാൽ, ഈ മാറ്റത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കും എന്ന് തീരുമാനിച്ചാൽ പ്രശ്നങ്ങൾ ഇവിടെ തന്നെ പരിഹരിക്കപ്പെടുകയാണ്.
നിങ്ങളെ എല്ലാവരെയും ഒന്നിച്ച് വിളിച്ചിട്ടുള്ളത് നമുക്ക് ഒന്നിച്ച് ആ തീരുമാനം എടുക്കാൻ വേണ്ടിയാണ്. ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. ഇത് നടപ്പാക്കുന്നതിൽ ആത്മാർത്ഥമായ സഹകരണം എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന ഗവൺമെന്റിന് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് PWD സെക്രട്ടറി ശ്രീ ടോം ജോസ് ഇവിടെ വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വർഷം ഇപ്പോൾ പൊതുവെ ബഡ്ജറ്റിലൂടെ പറഞ്ഞിട്ടുള്ളത് 5000 കോടി രൂപയുടെ വികസന പദ്ധതികൾ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിൽ 2500 കോടി രൂപ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ വിവിധ വകുപ്പുകളുടെ കാര്യത്തിൽ എന്നാണ് ധനകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. പൊതുമരാമത്ത് വകുപ്പിന്റെ തലത്തിൽ 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ വർഷം നടപ്പാക്കാൻ കഴിയുന്ന, ഏറ്റെടുക്കാൻ കഴിയുന്ന വിധത്തിൽ ഭരണാനുമതി കൊടുക്കുന്നതിലേക്ക് നമുക്ക് വരിക എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നമുക്ക് എടുക്കേണ്ട തീരുമാനം. 1000 കോടി രൂപയുടെ പദ്ധതി 2009-2010 വർഷത്തിൽ പൊതുമരാമത്ത് വകുപ്പ് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഈ ശില്പശാലയിൽ തീരുമാനം നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിച്ചിട്ടുള്ള വിഹിതത്തിൽ നിന്നും നമുക്ക് ഏകദേശം വരുന്നത് അത്രയുമായിരിക്കും. അപ്പോൾ ഈ 1000 കോടി രൂപയുടെ ഭരണാനുമതി നമുക്ക് ആദ്യം കൊടുക്കുന്നതിലേക്ക് വേണ്ടി ഇവിടെ ഒരു ഷെഡ്യൂൾ പറയുകയുണ്ടായി. ഇതിൽ സാധാരണ നടക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ആദ്യം പറഞ്ഞത് സംഭവിക്കും. വർഷങ്ങൾക്ക് ശേഷമേ ഇവിടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. എന്നാൽ എല്ലാ ഡിവിഷനുകളിലും പ്രത്യേകമായ യോഗങ്ങൾ ഈ യോഗത്തിന്റെ തുടർച്ചയെന്ന നിലയിൽ അടിയന്തരമായി നിങ്ങൾ വിളിച്ചു ചേർക്കേണ്ടതുണ്ട്. AXമാർ AUമാർ ഉൾപ്പെടെ എല്ലാവരെയും വിളിച്ചു ചേർത്തുകൊണ്ട് SCമാർ മുൻകൈ എടുത്തുകൊണ്ട് ആ യോഗങ്ങൾ ക്രമീകരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടണം. മെയ് മാസം 31-ാം തീയതിക്ക് മുമ്പായി, 30-31 മെയ് മാസം അവസാനം, മെയ് 30-ന് മുമ്പായി ബഡ്ജറ്റിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പ്രോജക്റ്റുകൾ നമുക്ക് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. പ്രോജക്റ്റുകളെ കുറിച്ച് ഇപ്പോൾ തന്നെ വ്യക്തമായ ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ വിശദമായി എടുത്തിട്ടുണ്ട്. അതായത് മലബാർ പാക്കേജ്, റോഡുകൾ, പാലങ്ങൾ, 5 കോടി ചെലവ് വരുന്നത്, അങ്ങനെ വിവിധ ഇതിൽ വരുന്നുണ്ട് നമുക്ക് എടുക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ, ബഡ്ജറ്റ് വായനയിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ ഒന്നാമത്തെ പരിഗണന കൊടുക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. ബഡ്ജറ്റ് വായനയിൽ വന്നിട്ടുള്ളത്. 2, വോളിയം 1-ഉം വോളിയം 2-ഉം. ഇതൊക്കെ പലപ്പോഴും കാര്യമായി ആരും പരിശോധിക്കാറില്ല എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. MLAമാർ പരിശോധിച്ച് അവരുടെ മണ്ഡലത്തിന്റെ ആവശ്യങ്ങൾ എന്ന നിലയിൽ ഏതെങ്കിലുമൊക്കെ കൊണ്ടുവരുമ്പോൾ അത് നമുക്ക് അതിനാവശ്യമായ സഹായകരമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം എന്ന ഒരു നിലവിട്ട് ഇത് പൊതുമരാമത്ത് വകുപ്പിലെ പ്രധാന ഉദ്യോഗസ്ഥരടക്കം ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നതിലേക്കാണ് ഇപ്പം നമ്മൾ ലക്ഷ്യമിട്ടിട്ടുള്ളത്. അപ്പോൾ ഓരോ ഡിവിഷനിലും വരുന്ന വോളിയം 1-ലും 2-ലുള്ള വർക്കുകൾ ഏതെല്ലാമാണെന്നുള്ളത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ റോഡ്സിൻ്റെയും അതുപോലെ തന്നെ ബ്രിഡ്ജസിൻ്റെയും ഇവിടെ ബിൽഡിങ്സിൻ്റെയും ഒക്കെ കാര്യത്തിൽ വേർതിരിച്ച് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ മെയ് 31-ന് മുമ്പ് തയ്യാറാക്കി ക്രമീകരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിനിടയിൽ MLAമാർ കൂടി പങ്കെടുത്തുകൊണ്ട്, അതുപോലെ മറ്റ് ജനപ്രതിനിധികൾ കൂടി പങ്കെടുത്തുകൊണ്ട് ജില്ലാ തലത്തിൽ ഒരു യോഗം വിളിക്കാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം ഇതിൻ്റെ മുൻഗണന നിശ്ചയിക്കണമെങ്കിൽ ഇപ്പോൾ ഇന്നലെ പരിശോധിച്ചപ്പോൾ വളരെ ഏറെ പദ്ധതികൾ വരുന്നുണ്ട്. ഇത്രയും പദ്ധതികൾ മുഴുവൻ നമുക്ക് ഒറ്റയടിക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. അപ്പം അതിൽ ഒരു മുൻഗണന നിശ്ചയിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ മുൻഗണന നിശ്ചയിക്കുന്നത് MLAമാരുമായും മറ്റ് ജനപ്രതിനിധികളുമായും കൂടി നമുക്ക് ആശയവിനിമയം നടത്തിക്കൊണ്ടായിരിക്കും. അപ്പം അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ ഇവിടെ ഗവൺമെന്റിന്റെ തലത്തിൽ നിങ്ങൾക്ക് നൽകുന്നതാണ്. MLAമാർ കൂടി പങ്കെടുക്കുന്ന യോഗങ്ങളിൽ വെച്ച് മുൻഗണന നിശ്ചയിച്ച് ഏതെല്ലാം പദ്ധതികൾക്കാണ് ഭരണാനുമതി കൊടുക്കേണ്ടത് എന്ന് നമുക്ക് തീരുമാനിക്കാം. പ്രധാനപ്പെട്ട പദ്ധതികളുടെ കാര്യത്തിൽ പ്രോജക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഇപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് നടത്തേണ്ടതുണ്ട്. അപ്പം നേരത്തെ തയ്യാറാക്കിയിരിക്കുന്ന പ്രോജക്റ്റുകളിൽ ചെറിയ ഭേദഗതി മതി. ഇപ്പോൾ ഇവിടെ സാധാരണ റേറ്റ് റിവിഷൻ എല്ലാ വർഷവും നടപ്പാക്കുമെന്ന് തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി ഇപ്രാവശ്യവും റേറ്റ് റിവിഷൻ വന്നിട്ടുണ്ട്. ഈ റേറ്റ് റിവിഷൻ നടപ്പാക്കുമ്പോൾ സാധാരണ ഉള്ളൊരു പതിവ് കണ്ടുവരുന്നത് ഉടനെ തന്നെ എല്ലാ എസ്റ്റിമേറ്റുകളും പിന്നെ തിരിച്ചയച്ചിട്ട് റേറ്റ് റിവിഷൻ വന്നിരിക്കുന്നു, അതുകൊണ്ട് ഇനി താഴെ മുതൽ തന്നെ മുഴുവൻ റീഎസ്റ്റിമേറ്റ് ഉണ്ടാക്കേണ്ടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇത് മുഴുവൻ അഴിച്ചു പണിയാൻ വേണ്ടി 1.5 വർഷം അതിനെടുക്കുകയാണ്. അപ്പോൾ അടുത്ത റേറ്റ് റിവിഷൻ്റെ സമയമാകുകയാണ്.
ഇത് ചർച്ച ചെയ്തുകൊണ്ട് ജോലി ചെയ്യാതെ ഇത് ഈ പറഞ്ഞ കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ സമയം കളയുകയാണ്. അപ്പം ഇതിൻ്റെ കാര്യമില്ല എന്നുള്ളതൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം റൈറ്റ് സൊല്യൂഷൻ നിങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾ ഇക്കാര്യത്തിൽ ആക്ട് ചെയ്യണം. മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ആ നിലയിൽ ക്രമിക്കുന്നു. ഇവിടെ ബാക്കി കാര്യങ്ങൾ ചീഫ് എഞ്ചിനീയർമാർ മുൻകൈ എടുത്തുകൊണ്ട് സൂചിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നടന്നുകൊണ്ട് ഇത് വിജയകരമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എല്ലാവരും നേതൃത്വപരമായി പങ്കുവഹിക്കണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചേർക്കും.